guys, welcome back to Data's. Guys, ഇന്നത്തെ വീഡിയോയിൽ fill in the blanks challenge. Okay, so guys, അപ്പോൾ എന്തായാലും നമ്മുടെ ക്രൂ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കാണിക്കും, അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉത്തരം പറയും. അതായിരിക്കും കളി. അറിയാലോ എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഡാഷ് ഇട്ടുണ്ടാവും, ഡാഷ് കണ്ടെത്തി ആ ഒരു വാക്ക് എന്താണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? നമ്മുടെ ചാലഞ്ച് അങ്ങനെ തുടങ്ങിയാലോ? ഇവിടെ മത്സരിക്കാനും ജയിക്കാനും വേണ്ടി എല്ലാം റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അറിയുന്ന ആൾക്കാർ കൈവൊക്കെ പറയാം. ഓക്കെ, തെറ്റുത്തരം പറയുകയാണെങ്കിൽ അറിയാലോ? ഇല്ല, അറിയില്ല, മൈനസ് പോയിന്റ് ഉണ്ട്. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ആരെങ്കിലും മാത്രം കൈ പോക്ക് അപ്പോൾ പറഞ്ഞേക്കാം. ഞാൻ ജമ്പ് തെറ്റാണ്. 1 2 3 അയ്യോ ഗൈസ്, ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവർക്കും മൈനസ് കൊണ്ട് കിട്ടി സന്തോഷമായി തന്നെ ഇരിക്കുവാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെറ്റ് പോടാ NUT. ഞാൻ സ്പെല്ലിംഗ് വരാൻ നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ ശരിയാന്ന് പറഞ്ഞ പിന്നെ എന്ത് സ്പെല്ലിംഗ് കൂടി ചോദിച്ചോട്ടാ. സീറോ പോക്കർ. ഞാൻ പറയട്ടെ? പറ. പാർക്കർ. അപ്പൊ എല്ലാവർക്കും മൈനസ് അടിച്ചു. ഉത്തരം ശരിക്കും എന്താ? സ്പീക്കറാണോ? പാക്കറോ? പാക്കർ എന്ന് വെച്ചാൽ പാക്ക് ചെയ്യുന്ന ആള്. എടാ ഇത് ടേപ്പാണ് കേട്ടാ. എല്ലാരും ഭയങ്കര അതിനൊരു ഗ്രാഫ് ഇങ്ങനെ പോന്നെ. ഞാൻ സിയാൻ ആലോചിച്ചു. സിയാൻ സി വയ്യാണല്ലേ അത്. ഓക്കെ ഗൈസ്, അടുത്തത് ഇതെന്താ? റഷ്. ഞാൻ ആദ്യം പുഷ് എന്ന് പറഞ്ഞാലും ആലോചിച്ചു, പിന്നെ വേണ്ട റഷ് നോക്കിയതാ. അപ്പൊ എല്ലാവർക്കും മൈനസ് ആണ്. എല്ലാവർക്കും മൈനസ് ആണ്. ഓക്കെ, റോക്ക്. ഞാൻ ഡോക്ക് എന്ന് പറയാൻ നോക്കിയായിരുന്നു. 0 ഗൈസ്. ഡക്ക്. ഡോക്ക്. എന്ത് അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. ലിക്ക്. ലക്ക്. ലോക്കല്ലേ? ബംസ്. തോറ്റു. ബോംബടാ ബോംസ്. അയ്യേ. നെക്സ്റ്റ് പ്ലേസ് ക്ലിപ്സ്. ക്ലിപ്സ് എങ്ങനെയാണോ വന്നേ? ക്യാപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ അറിയിച്ചാണ്. വണ്ണിലേക്ക് ആദ്യമായിട്ട് ഒരാൾ വണ്ണിലേക്ക് കയറിയിട്ടുണ്ട്. കിസ്. അതന്നെ ആയിരുന്നല്ലേ, അത് വെക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് പറയാൻ. വെറും പ്രഷകാണ് കാഴ്ച. മനപൂർവ്വമാണ് ചെയ്യുന്നത്. ചിലപ്പോ മിസ് ആക്കിയാലല്ലേ. ഇലുമിനാണ്ടി തന്നെ. ഓ മൈ ഗോഡ്. അടുത്തടുത്ത് അതാ ഞാൻ മനസ്സിൽ വന്നിരുന്നേ. അല്ല, സീറോ. സിമ്പിൾ ആയിട്ട് ചിന്തിക്ക്. എന്റെ മനസ്സിലൊരു വീടുണ്ട്, പക്ഷെ അത് സിമ്പിൾ ആയിട്ട് ചിന്തിക്ക്. ഹാർഡ്. ഹാൻഡ് അല്ലേ ഉദ്ദേശിച്ച നീ? അതെ, ഹാർഡ്. ഇവിടെ ചാർലി 0 ഞാനും കൊമ്പനും. നീ ആകെ ഉത്തരം പറഞ്ഞാൽ 1 2 3 4 5 എണ്ണത്തിന്. എന്നിട്ട് ഞാൻ എത്ര ശരിയാക്കിണ്ട്? മൈനസ് ആണ് എന്നിട്ട് നിൽക്കുന്നത്. 1 എന്ന് 2 ശരിയാക്കി. 2 പിന്നല്ലാതെ 2 നീ ശരിയാക്കിയുള്ളൂ. 0 കിട്ടിയേക്കുന്നത്. മസ്താ പോയി മൈനസ്. മസ്താഷോ? മറ്റേ മീശാണ് ഉദ്ദേശിച്ചത്? അതല്ല, ഇത് ക്രൂ നമ്മളെ തിരിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന. കറക്റ്റ് ലൈനല്ലേ വെച്ചേക്കണേ. -2 എഴുതാട്ടോ. അതായത് ഇനി എഴുതിയില്ലാന്നറിയില്ല. -2. ലാസ്റ്റത്തെ ഈയാണ് പ്രശ്നം. അതല്ല, നീ ഉദ്ദേശിക്കുന്ന സാധനമല്ല, ഇത് വേറെയാ. വേറെ ഏതോ വേടാ. നീ ഉദ്ദേശിക്കുന്ന സാധനമേ അല്ല. അയ്യല്ലേ ലാസ്റ്റ് പണി തന്നെ. അതൊക്കെ എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് ഡൗട്ട്, നീ ആദ്യം റെഫറൻസ് ഞാനൊന്നുമില്ല. ഈ കാരണം ഞാൻ വെച്ച് എന്താ പറഞ്ഞില്ല? മോൺസ്റ്റർ. 1 2 3 പോർക്ക്. ചിരിക്കാൻ പാടില്ല. ഞാൻ ഗസ് ചെയ്യാ. ഗെയിനിങ് ആണോ? അല്ല. അത് കറക്റ്റ് അല്ല. പിന്നെ -1 ഗ്രൈൻഡിങ്.
ഗ്രൈൻഡിങ് സത്യം കണ്ട ഇത്ര ഈസി ആയിട്ട് ബ്രോയും പണ്ടിലേക്ക് കയറിയില്ലേ എന്തേ ഞാൻ 10 ഉത്തരം പറഞ്ഞു. ആ വലിയ കാര്യം എത്ര പോയിന്റ് -2 അതുപോലെ 20 തെറ്റിക്കുകയും ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ലൂട്ട് എന്തൊരു തേങ്ങയുടെ പൂപ്പ് അല്ല അപ്പൊ -1. ബുക്ക് ആ മൂന്നാളെ തെറ്റിച്ച് പറ ഹുഡാ എടാ പറയണ്ടായിരുന്നു. ഫുഡായിരുന്നല്ലേ? ഒരുമാതിരി തെണ്ടിത്തരല്ലോ അതൊക്കെ 3 നായായില്ലേ? ഇപ്പൊ 3 ആയേ ഉള്ളൂ. മൂന്നായുള്ളൂ ഇപ്പട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കൺഫ്യൂഷൻ ഇതൊക്കെ ഒരുപാട് വേർഡ് ഉണ്ടാ ഒരുപാട് വേർഡ് ഉണ്ട്. ബ്രോ ഞാൻ പറയാ എസ് കൂട്ടി പറയുന്നു വിചാരിച്ചല്ലേ പറയില്ല. ലക്സ് LUCKS കേട്ടോ -4 റെക്കോർഡ് അടിച്ചു. ഞാൻ ഇങ്ങനെ -2 അതൊക്കെ ഇപ്പോ സക്ക് പറ എന്താ ചാലടിയടാ നീ നേരിട്ട് പറ അടിച്ചുകൊട്. ആ ശരിയാണെങ്കിൽ 1ലേക്ക് തെറ്റാണെങ്കിൽ -1 ആവുള്ളൂ. നമ്മുടെ -4 വരെ കിടക്കുന്നുണ്ട്. പിന്നെ പറ ബക്സ് ആണോ സക്സ്? ഞാൻ പറഞ്ഞ തെണ്ടി നിന്നെ കൊണ്ട് പറയാൻ ഇപ്പൊ 1 ഉണ്ടാവില്ലേ? എടാ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ സക്ക് പറയാനായിട്ട്. ഇവരെ കൂടുതൽ പോയില്ല അപ്പൊ ചാൻസ് എടുത്തോട്ടെ എടുത്തിട്ട് പറഞ്ഞല്ലേ. ഞാൻ ലക്ക LUCKS ലക്സ് ഫുൾ ഫൗളാട്ടോ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഫോർക്ക് കുക്ക്. തന്നെ മാങ്ങാത്തൊലി ഇത് താങ്ക്സ്. ഫോർക്ക് പറഞ്ഞു കുക്ക് പറഞ്ഞു ബുക്ക് ജോക്ക് എല്ലാത്തിനും ഓരോന്ന് വെച്ച് -3 എന്നിട്ട് ഞാൻ ഓൾറെഡി -1 റെക്കോർഡ് -5 ഇവിടെ ഇതൊന്ന് 1 2 3 4 5 6 എങ്ങനെ അടിയിലോട്ട് പോരട്ടെ അടുത്ത പോരട്ടെ. ഇത് കൺഫ്യൂഷൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, കൺഫ്യൂഷൻ ഇത് ഇങ്ങനത്തെ ഇടല്ലേ ഒറ്റ വാക്കല്ലോ ഒരുമാതിരി മറ്റേ ഇതല്ലേ. ആ അടുത്ത അതല്ല അതല്ല അല്ല അതെ ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊന്നും മാച്ചിങ് ആവുന്നില്ല അതാ പ്രശ്നം. പെനിട്രേറ്റ് ഈസി ഈസി. ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. മൈൽസ് അങ്ങനെ വെക്കത്തില്ല മനസ്സിലാവും. കറക്റ്റ് ആണ്. ഞാൻ ഒരു ഗസ് അടിക്കാം. മിൽക്സ് ആണോ? മിൽക്സ് പറ. മിൽസ് എന്താ സാധനം? ബ്രോ അതല്ലല്ലോ അല്ലല്ല അയ്യേ ഇടിക്കും ഞാൻ പോസിറ്റീവ് ഇടുന്ന മില്ലിന്റെ ഇന്ത്യ പറയുന്ന ഉണ്ടമ്പല് പൊക്കോളാം അവിടെ നിന്ന്. എടാ എനിക്കറിയാം എവിടെ ഇടുന്നതിന്റെ കേട്ടില്ല ഞാൻ എന്റെ മാത്രം ആദ്യം ഇട്ട് വയ്ക്കുള്ളൂ. പറയാനുള്ള നമ്മള് പറയില്ലടാ. പുസി പുസി കാറ്റ് പുസി. ഓക്കെ -3. ഓ എന്റെ ഒപ്പത്തുണ്ടല്ലേ കൊള്ളാം കൊച്ചു കള്ളന്മാര്. പുഷി പുഷി PUSHY പുഷി. അങ്ങനത്തെ അതിന്റെ അർത്ഥം എന്താ? പുഷി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളി അങ്ങനെ പുഷ് തള്ളു പുഷി പറഞ്ഞാല് തള്ളാൻ പറ്റുന്നോ? അതിന്റെ അങ്ങനെ വേടുണ്ടോന്നുള്ള ഡൗട്ടിലാ പറയാണ്ടിരുന്നത്. അങ്ങനെ എന്തോ ആണ് പുഷി അങ്ങനെ എന്തോ പുഷി ആ തള്ളുന്ന അങ്ങനെ എന്തോ ഒരു സാധനം. ഓഹോ എന്റെ ബാഡ് മൈൻഡ്. അതന്നെ ആയിരിക്കും അതന്നെ ആയിരിക്കും പറയാൻ പറ്റില്ല. ക്രൂ നമ്മുടെ ചതിക്കും മനസ്സിലായില്ലേ? നീ കൊറേ നേരം ചുമ്മാ ഇരിക്കുന്നു പറയടാ. -4 പിന്നെ ചുമ്മാ ഇരുന്ന് കിട്ടിയതാണ്. ആ പൊക്കി പറഞ്ഞു. ടാറ്റു ചാർലിയുടെ ബോഡിയിലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ എനിക്ക് കിട്ടിയത് മോനെ. അങ്ങനത്തെ ഒരു വേടേ എല്ലാ പേടും കേൾക്കുന്നുണ്ടോ? അല്ല ടാറ്റ്സ്. ഓക്കെ നെക്സ്റ്റ് റൗണ്ട് പറഞ്ഞോ. പൂപ്പ് എന്ത് മാങ്ങയാണ് -5. ഇതൊക്കെ എന്ത് മാങ്ങയാണ് സത്യം. ഇതൊക്കെ ഫുറു ഫൗളാ. ചാലിയത്ത് -2ലേക്കും റാഷിദ് DB -5ലേക്കും ഞാൻ -3. പൊക്കിയില്ല ഇപ്പൊ പൊക്കിയാനെ. ഷോക്ക് സ്റ്റിക്ക്. ഞാൻ തോറ്റു. -3. ചാക്കോ ചാക്ക് ഡിയും ഓയാണോ ലാസ്റ്റ്? ഡൂഡു ഡൂഡു പക്ഷി. ആ തെറ്റി. ഡി ഉണ്ടല്ലോ സ്പെല്ലിംഗ് പറ നീ പറഞ്ഞതിന്റെ വാക്കില്. ആ അമ്പടി പോട് 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 അപ്പടി പോട് കണ്ണാളെ. ഡോഡോ. എന്താണ്
അല്ലല്ലോ അങ്ങനല്ല രണ്ട് പേരുണ്ട്. അല്ലല്ലേ. ഒരു പുലു ആണ് ഇത്തരം. ഇതൊരു വസ്തുവല്ല. നീഡർ സ്പെല്ലിംഗ് പറഞ്ഞേ. NWDER. അങ്ങനെയൊക്കെ വാക്ക് വെക്കുവോ? നീഡർ എന്ന് വെച്ചാൽ വാക്കുള്ളടാ. ആ അല്ല അത് മനസ്സിലായി, അങ്ങനത്തെ വാക്ക് വെക്കുവന്ന്. പിന്നെ ഇല്ല കിട്ടുന്നില്ല, ഇതൊന്നും കിട്ടില്ല. വാക്ക് അറിയും മിക്കവാറും. നോക്കിക്കോ, കൈ പൊക്കിട്ട് പറ. അപ്പം എന്നാലും മനസ്സിലായി. ബ്രോ പറഞ്ഞു ബ്രോ -3. കാണിക്കും, ഉത്തരം കാണിക്കും. നീഡ്സ് നീഡഡ്. ഓ അടുത്ത പെനിസ്. No. പാരീസ്. എന്താടാ പാരീസുള്ള വാക്ക് പോലും മൈൻഡിൽ വരുന്നില്ലടാ ഇത്. പാരീസിനെ കൂടി എനിക്ക് പഠിക്കാണ്ടായിരുന്നില്ലല്ലോ. പാരീസ് ടവർ. ഇത് പഠിച്ചിട്ടില്ല നീ. പാരീസ് ടവറിനെ കുറിച്ച് പഠിക്കാണ്ടെന്നല്ലേ പറഞ്ഞേ. അതാ എനിക്ക് ഡൗട്ട് വന്നത്. പോയിന്റ് നോക്കുകയാണെങ്കിൽ റാഷിദി ബി -5, ഞാൻ -4, ചാർലി BCB -4 ഗൈസ്. 3, 2, 1. 6 അല്ല. 6 അല്ല 6 അല്ല. -5 -5 ഒരു 3 രൂപ -5 അല്ലാണ്ട് ഞാൻ നോക്കി വെറുതെ ടൈമിലല്ല. മീനിങ് എന്താ? പിന്നെന്താ മീനിങ് എന്താ അതിന്റെ? ഓ മറ്റേ ഇൻസ്ട്രുമെന്റ്. അതിന്റെ അതിന്റെ പേരാണ്. സാക്സ്. നമ്മളെല്ലാരും ഒരേപോലെ ഒരേപോലെ ഹാപ്പി ആയില്ല, അപ്പൊ എല്ലാരും ഹാപ്പി. എല്ലാരും ഹാപ്പി ആയിട്ട് 3 1 2 3 മൈനസ്. സമയം 1 2 3 ഇനി ആലോചിക്കണ്ട ആ സമയത്ത് ആലോചിക്കണ്ട -6 ഇലക്ഷൻ. കണ്ടില്ലേ സമയം കൂടെ ആലോചിക്കാന്ന് നമുക്കറിയാം. അപ്പൊ റാഷിദി -4, ചളി വിധി -6. ഞാൻ ഇവന് മുഖത്ത് നോക്കി 1 2 3 എണ്ണി. അതുവരെ ആരും പറഞ്ഞില്ല. ഞാനത് എന്തുവാണ് എണ്ണണെന്ന് ചോദിക്കാൻ വേണ്ടി ഒന്നും അറിയാത്ത കുട്ടിയാ. അടുത്തടി. Second last. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് ഉണ്ടോ? -4 എത്തും. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ 2, 1. ഇപ്പൊ പറയും. അല്ല ഇവിടെ ക്ലീൻ ആക്കി. അതല്ല കമ്മ്യൂണിറ്റി പറഞ്ഞോ. അന്നെ പൊക്കി കൈ പൊക്കി 1 2 3 മാസ്റ്ററേറ്റ് സ്പെല്ലിംഗ് പറ. എടാ 1 2 3 കഴിഞ്ഞില്ല. സ്പെല്ലിംഗ് പറ MASTURATE. തെറ്റാണെന്ന് പറഞ്ഞു. മാർക്ക് 18. 1 2 3 കഴിഞ്ഞാൽ അവന് സമയം കൊടുക്കാം. എനിക്ക് തരാൻ പറ്റത്തില്ല. രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. അതോടെ അങ്ങനെയാണോ? 1 2 3 തന്നെയല്ലേ? ഞാൻ തോറ്റി. അല്ലാതെ കിട്ടണ്ടേ? അതെങ്ങനെ നോക്കിട്ട് അത് 3 പോരാ. തോറ്റു. ഉത്തരം കാണിക്ക്. ഇതെന്താ Masticator. മാസ്റ്റിക്കേറ്റോ? ഇവനില്ലേ ഇവന് ഇത് നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിട്ട് എവിടുന്നോ സാധനം എടുത്തിട്ട് വന്നേക്കോ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഇനി 2 പോയിന്റ് കൂടി കിട്ടാനുണ്ട് മൈനസ്. സെക്കൻഡ് ആണ് കളിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ചാനലിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ എനിക്ക് -4, അതുപോലെ ചാർലിക്കും കൊമ്പനും -6 ആണ്. സോ ഇതില് പറഞ്ഞേക്കുന്നത് 3 3 6. ശരി സമ്മതിച്ചു. ഓക്കെ, റാഷിദി പത്ര പറഞ്ഞിട്ടുള്ളൂ -4 പോയിന്റ്, നിങ്ങൾക്ക് 2 6. ഓക്കെ, സോ വേറെ കാര്യം, ഫസ്റ്റ് ആണെന്നും കൊണ്ടുപോയി ഇനിയിപ്പോ സെക്കൻഡ് ഉത്തരം പറയാനേ കിട്ടും. മനസ്സിലായില്ലേ? ഓക്കെ, ഇവർ രണ്ടുപേരും ആരും ഉത്തരം പറയുന്ന അവര് സെക്കൻഡ് ആവും. അത്ര എനിക്ക് പറയാനുള്ളൂ. 3 2 1. ഇത് അതേപോലത്തെ ഉത്തരം ലാസ്റ്റ് 80. ഫാഷനേറ്റ്. ഓക്കെ 7 സെക്കൻഡ് കിട്ടി. അതെങ്ങനെ ഫാഷനായിട്ട് വരിക? സ്പെല്ലിങ് FASL വരിക. FASSONAT. ഫാഷൻ ഒരു S ഉള്ളൂ. കിട്ടിയാ? കിട്ടി. പറ എന്തായാലും സെക്കൻഡ് കിട്ടി. പറഞ്ഞോ. എനിക്കൊരു ചാൻസ് എടുത്ത് തരുമോ? എനിക്കൊരു ചാൻസ് കൂടെ, എനിക്ക് മൈനസ് ആക്കാൻ ഒരു ചാൻസ് കൂടെ. ഞാൻ പറഞ്ഞു എന്നിട്ടാണ് നിങ്ങൾക്ക് പിന്നെ മൈനസ് തുറക്കാൻ. ഞാൻ പറയട്ടെ കഴിഞ്ഞ അവർക്ക് തോറ്റ നീ തോറ്റാ. നിനക്ക് പറയാനുണ്ടോ? ഉണ്ട്. എന്നാ പറ. ഇല്ല ഇത് കഴിഞ്ഞാലേ ഞാൻ പറയുള്ളൂ. തോറ്റാലേ അവൻ പറയുള്ളൂ, അല്ലാണ്ട് അവൻ പറയൂല. കൺഫേമാ. നീ തോറ്റാ? ഞാൻ തോറ്റു, എനിക്ക് കിട്ടത്തില്ല. ഇത്രയും പെട്ടെന്നൊക്കെ അത് പറഞ്ഞിട്ട് ആലോചിച്ച് കിട്ടണ്ടേ? ഈസി പാരീസ് പോലും കിട്ടില്ല, പിന്നെ എത്ര വലിയ വീട്. ഓക്കെ കഴിഞ്ഞ സമയം കഴിഞ്ഞ ബ്രോ. തോറ്റു. ഫ്രസ്ട്രേറ്റ്. അതല്ലേ ഞാൻ കാണിച്ചു. ഫ്രസ്ട്രേറ്റ്. ഞാൻ എക്സാമ്പിൾ ഇട്ടാ. ആണോ? ആറുണ്ടായിരുന്നില്ല. ഞാൻ FUSS വിചാരിച്ചു. 6 കാര്യം മറന്നുപോയി കേട്ടോ.
ആക്കിയിരിക്കുകയാണ്. അതെങ്ങനെ? കൊമ്പന് ഉത്തരം പറഞ്ഞു minus 6. 23 ഉത്തരം പറഞ്ഞു ബ്രോ. 12 ഉത്തരം പറഞ്ഞു. കാളിദാസ് 18 ഉത്തരം. ഇനി എനിക്ക് -4, ഇവിടെ -6, ഇവിടെ -7. അയ്യോ 18 5 ഉത്തരം വ്യത്യാസം. അപ്പൊ 5 പൈസക്ക് ഉത്തരം പറഞ്ഞു പകുതി മുക്കാൽ തെറ്റാ. അതാ -2. അപ്പൊ എനിക്ക് -2 ശരിക്കും വരേണ്ടത്. ഓ ഇതേത് കണക്ക് Guys, ഇതേത് കണക്ക് അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കണക്ക് വരുള്ളൂ. എന്തായാലും ടോട്ടൽ സ്കോർ നോക്കുകയാണെങ്കിൽ guys, ഇവിടെ KMC Company -7, ഇവിടെ -6, ഇവിടെ -4 ആണ് guys. ഇവിടെ എന്തായാലും പ്ലസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അതുപോലത്തെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളാണ് guys ഇപ്രാവശ്യം നമ്മുടെ ഫിൽ ദ ബ്ലാങ്ക്സിൽ നമ്മുടെ ക്രൂ സെറ്റ് ആക്കിയത്. ക്രൂവിനെ ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കാണുന്നുണ്ട് അല്ലേ? ടാക്സ് ഒക്കെ കാണിച്ചു തരാം guys. എന്തായാലും അപ്പൊ നമ്മുടെ എന്തായാലും ഇന്നത്തെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ ചാനൽ കൂടി നമ്മൾ വീണ്ടും വരുന്നേക്ക് അതുവരെ